കാഞ്ചിയാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ജീവനം പദ്ധതികളുടെയും കരിയർ അക്കാദമിയുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പദ്ധതികൾ നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജീവനം ജലസംരക്ഷണ പദ്ധതിയുടെയും മന്നം കരിയർ അക്കാദമിയുടെയും ഉദ്ഘാടനം നടന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കാലത്തിന് അനുയോജ്യമായി നിന്നുകൊണ്ട് തന്നെയാണ് സ്കൂളിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മന്നം മെമ്മോറിയൽ സ്കൂള് ജനഹൃദയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കളിലുമെല്ലാം തങ്ങളുടെ കുട്ടികളെ ആ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് തോന്നലുണ്ടാകുന്നതും അതുപോലെ ഏകദേശം 1000-നോടടുത്ത് കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം നേടുന്നതും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 70 വർഷം മുമ്പ് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ സ്കൂളിന്റെ പിതാവ് ശ്രീ വണ്ടങ്കൽ ഭാസ്കരൻ നായർ വിഭാവനം ചെയ്ത് ഈ നാടിന് സമർപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മന്നം കരിയർ അക്കാദമി ഗ്രാമീണ തൊഴിൽ സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ നിർവഹിച്ചു. ജലസംരക്ഷണ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു വിശദീകരിച്ചു. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ ബോർവെല്ലിനൊന്നും എതിരാണെന്ന് ആരും കരുതരുത് കേട്ടോ. ബോർവെല് നമുക്ക് അടുത്ത തലമുറ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഉണ്ടെങ്കിലേ അടുത്ത തലമുറ നിലനിൽക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് ബോർവെല്ലിന് എതിരല്ല. പക്ഷെ നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങൾ സുരക്ഷിതമായി ചെയ്തു പോയില്ല എങ്കിൽ നമ്മുടെ ഭാവി മുന്നോട്ട് പോകത്തില്ല. നമുക്കറിയാം, ഈ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് ജീവനുള്ള പൂവാണ് വെക്കുന്നതെങ്കിൽ അതെന്താ വെക്കുന്നേ? ഒരു തെർമോക്കോൾ അല്ലേ, നനഞ്ഞ എന്നാ അതിന് പറഞ്ഞേ അല്ലേ, നനച്ചതിൽ പൂ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒരു കേടുമില്ലാതെ പൂ നിൽക്കും, അല്ലേ? അതേസമയം ഉണങ്ങിയ ഒരു പ്രതലത്തിലാണ് പൂ ഇരിക്കുന്നതെങ്കിലോ പെട്ടെന്ന് പാടും, അല്ലേ? ഒരു ദിവസം കൊണ്ട് പാടിപ്പോവും. അപ്പോൾ നമ്മൾ എങ്ങനെ ഭൂമിയെ നനയുന്ന രീതിയിൽ അല്ലെ തണുത്ത രീതിയിൽ നിലനിർത്താം എന്ന് നമ്മൾ ആലോചിക്കണം. ജീവനം ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് നിർവഹിച്ചു. കാരുണ്യസ്പർശം രക്തഗ്രൂപ്പ് ഡയറക്ടറി നിർമ്മാണത്തെ സംബന്ധിച്ച് YMCA സെക്രട്ടറി KJ ജോസഫ് വിശദീകരണം നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയാമോൾ ജോമോൻ നിർവഹിച്ചു. ഗ്രാമശാക്തീകരണം വായനാ കൂട്ടായ്മയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ നിർവഹിച്ചു. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് CP ബിനു അധ്യക്ഷനായിരുന്നു. മാത്യു ജോർജ്, ബാബു തെക്കേൽ, VR ശശി, രാജൻ മണ്ണൂർ, ചന്ദ്രശേഖരൻ ഭദ്രവിലാസം, വിപിൻ ചന്ദ്രൻ, ജോയി ഈഴക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. കോർഡിനേറ്റർ ജോർജ് ജേക്കബ്, PS പ്രദീപ് കുമാർ, ഫാദർ ജോസ് പൂവക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി.